ഇടുക്കിയിൽ ആദിവാസി യുവാവിന്റെ JCB വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ ഇന്ന് നടന്ന ചർച്ചയിലും പരിഹാരമില്ല. വാഹനം വിട്ടു നൽകുമെന്ന ഉറപ്പിൽ ആത്മഹത്യാശ്രമം അവസാനിപ്പിച്ച് ചർച്ചയിൽ പങ്കെടുത്ത തന്നെ വനംവകുപ്പ് വഞ്ചിക്കുകയായിരുന്നുവെന്ന് JCB ഉടമ അജീഷ് ആരോപിച്ചു. എന്നാൽ വണ്ടി സർക്കാരിലേക്ക് കണ്ടുകെട്ടാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. വീട് പണിക്കായി മണ്ണ് മാറ്റുന്നതിനിടെ നിർമ്മാണം നടന്ന സ്ഥലം വനംവകുപ്പിന്റെ അധീനതയിലുള്ള ഭൂമിയാണെന്നും അവിടെ അതിക്രമിച്ചു കയറി മണ്ണെടുത്തുവെന്നും ആരോപിച്ചാണ് 4.5 വർഷം മുമ്പ് നഗരംപാറ റേഞ്ച് ഓഫീസർ ആദിവാസി യുവാവായ അജീഷിന്റെ JCB പിടിച്ചെടുത്തത്. നിലവിൽ ചെമ്പൻകുഴി ഫോറസ്റ്റ് ഓഫീസിൽ ഇട്ടിരിക്കുന്ന വാഹനം പൂർണ്ണമായും തുരുമ്പെടുത്ത് നശിച്ച അവസ്ഥയിലാണ്. തന്റെ ഏക ഉപജീവന മാർഗമായ വാഹനം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് അജീഷ് കഴിഞ്ഞ ദിവസം JCBക്കുള്ളിൽ കയറിയിരുന്ന പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. എന്റെ ജന്മം 2001 ഞാൻ ഓപ്പറേറ്റർ ആയതാ. വാഹനം വിട്ടു നൽകാനുള്ള നടപടി സ്വീകരിക്കാമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് അജീഷ് അന്ന് സമരം അവസാനിപ്പിച്ചത്. എന്നാൽ ഇന്ന് നടന്ന ചർച്ചയിൽ ഈ ഉറപ്പുകളെല്ലാം വനംവകുപ്പ് തള്ളി. വാഹനം വിട്ടു നൽകില്ലെന്നും വണ്ടി സർക്കാരിലേക്ക് കണ്ടുകെട്ടുമെന്നുമാണ് മൂന്നാർ DFO വ്യക്തമാക്കിയത്. വണ്ടി വിട്ടുകിട്ടാൻ അജീഷിന് ഇനി കോടതിയെ സമീപിക്കാമെന്നും DFO അറിയിച്ചു. പ്രത്യേക വകുപ്പ് പ്രകാരമുള്ള നടപടിക്രമമാണ്. അത് പരിശോധിച്ച് അതിലൊരു അന്തിമ ഉത്തരവ് ഇറക്കാൻ പെൻഡിംഗ് ഉണ്ടായിരുന്നു. അത് ചെയ്യും. വണ്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരു നടപടിക്രമം പൂർത്തീകരിക്കേണ്ടത് അത് ഒരാഴ്ചയ്ക്ക് പൂർത്തീകരിക്കും. ഇതൊരു ഫൈനൽ ഓർഡർ ഇഷ്യൂ ചെയ്യണം. നിലവിലുള്ള 60 പ്രകാരമുള്ള നടപടിക്രമം നേരത്തെ ഒക്കെ നോട്ടീസ് കൊടുക്കുകയും അത് ഹിയറിംഗ് നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ചൊരു അന്തിമ ഉത്തരവ് ഇറക്കും. വാഹനം വിട്ടു നൽകാമെന്ന അധികൃതരുടെ ഉറപ്പിന്മേലാണ് താൻ അന്ന് ആത്മഹത്യാശ്രമം അവസാനിപ്പിച്ചതെന്ന് അജീഷ് പറയുന്നു. എന്നാൽ ഇന്നത്തെ ചർച്ചയിൽ വനം വകുപ്പ് തന്നെ വഞ്ചിക്കുകയായിരുന്നുവെന്നാണ് അജീഷിന്റെ ആരോപണം. ഒരാഴ്ചക്കുള്ളിൽ 61A അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. വണ്ടി വിട്ടു തന്നേക്കുന്നത്. അതിൻ്റെ അത് ബോണ്ട് കെട്ടണോ ബോണ്ട് കെട്ടണ്ടയോ, എനിക്ക് ഈ വണ്ടി പണി തുറക്കാനുള്ള പൈസയോ ഇതിൻ്റെ നഷ്ടപരിഹാരങ്ങളോ ഇതൊന്നും വേണ്ടിയിട്ടില്ല. ഇതിൻ്റെ അകത്ത് എത്രത്തോളം ഇതിൻ്റെ വാക്കിനെ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് സംശയമാണ്. അത് ഇതിൻ്റെ അകത്ത് 61A അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് എങ്ങനെയാണ് ചെയ്യുന്നത്? 61A അനുസരിച്ച് ഈ നടപടിക്രമങ്ങൾ ചെയ്യാന്ന് പറയുമ്പോൾ ആ വണ്ടിക്ക് ബോണ്ട് കിട്ടിയ തുക അതിനനുസരിച്ചാണോ എങ്ങനെയാണെന്നുള്ള കാര്യം വ്യക്തമാക്കി. വനം വകുപ്പിന്റെ ഇപ്പോഴത്തെ നിലപാടോടെ അജീഷിന്റെ പ്രതിസന്ധി ഇരട്ടിയായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാനാണ് അജീഷിന്റെയും കുടുംബത്തിന്റെയും തീരുമാനം. ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.